ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തിനായിരുന്നു ഈ ക്രൂരത? ജപ്പാൻ ചെയ്തത് തെറ്റല്ലേ? തീർച്ചയായും. നാങ്കിങ് കൂട്ടക്കൊലയും യൂണിറ്റ് 731 പരീക്ഷണങ്ങളും പോൾ ഹാർബർ ആക്രമണങ്ങളും ജപ്പാൻ ചെയ്ത ക്രൂരതയ്ക്ക് കയ്യും കണക്കുമില്ല. പക്ഷേ ഒരു സൈന്യം ചെയ്ത തെറ്റിന് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒറ്റ നിമിഷം കൊണ്ട് കരിയിച്ചു കളയുന്നത് നീതിയാണോ? അമേരിക്കൻ ജനറൽമാർ പറയുന്നു, ഇത് യുദ്ധം വേഗം അവസാനിപ്പിച്ചു, 10 ലക്ഷം സൈനികരുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ ചരിത്രകാരന്മാർ ചോദിക്കുന്നു, സോവിയറ്റ് യൂണിയൻ യുദ്ധം പ്രഖ്യാപിക്കുകയും ഭക്ഷണമില്ലാതെ പട്ടിണിയിലാകുകയും ചെയ്ത ജപ്പാൻ കീഴടങ്ങുവാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോംബ് ജപ്പാനെ തോൽപ്പിക്കുവാൻ മാത്രമാണോ, അതോ റഷ്യയെ ഭയപ്പെടുത്തി തങ്ങളുടെ ശക്തി തെളിയിക്കുവാനായിരുന്നോ? ആ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. ഹിരോഷിമയിലെ മ്യൂസിയത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട്. അത് 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ നിന്നും ഒരിക്കലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. മനുഷ്യരാശിക്ക് സ്വയം നശിക്കുവാനുള്ള സ്വിച്ച് ലഭിച്ച ആ നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഇന്ന് ലോകത്തിൽ 13,000-ലധികം ആണവായുധങ്ങളുണ്ട്. ഹിരോഷിമയിൽ വീണ ബോംബിന്റെ 1000-കണക്കിന് ഇരട്ടി ശക്തിയുള്ളവ. അടുത്ത തവണ ആകാശം മിന്നിയാൽ അത് വെറും ഒരു മിന്നൽ മാത്രമായിരിക്കുമോ, അതോ മനുഷ്യരാശിയുടെ അവസാനത്തിന്റെ തുടക്കമോ? ഇനിയൊരു ഹിരോഷിമ ഉണ്ടാകരുത്, ഇനിയൊരു സദാക്കോ മരിക്കരുത്. അതാണ് ആ കരിഞ്ഞു പോയ നഗരത്തിലെ ഓരോ മണത്തരികളും നമ്മോട് വിളിച്ചു പറയുന്നത്. നമുക്ക് കേൾക്കാം ഇപ്പോൾ തന്നെ, നാളെ വൈകിയേക്കാം. നന്ദി.